തെരുവുകളിൽ ഭീതി വിതയ്ക്കുന്ന വിദേശ ഗുണ്ട സംഘങ്ങൾക്കെതിരെ നടപടി കടുപ്പിച്ചിരിക്കുകയാണ് ഇമിഗ്രേഷൻ വിഭാഗം. ബ്രിട്ടീഷ് കൊളംബിയ കേന്ദ്രീകരിച്ച് നടക്കുന്ന വൻതോതിലുള്ള പണം തട്ടൽ അഥവാ എക്സ്റ്റോർഷൻ കേസുകളിൽ ഉൾപ്പെട്ട നൂറുകണക്കിന് വിദേശ പൗരന്മാരെ രാജ്യം പുറത്താക്കാൻ ഒരുങ്ങുകയാണ്. ഇതിനോടകം തന്നെ നിരവധി പേർക്ക് നാടുകടത്തൽ നോട്ടീസ് നൽകിക്കഴിഞ്ഞു. എന്നാൽ ഇതിന് പിന്നിലെ രാഷ്ട്രീയ മാനങ്ങൾ കാനഡയും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ കൂടുതൽ വഷളാക്കുകയാണോ? നമുക്ക് പരിശോധിക്കാം. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കാനഡ ബോർഡർ സർവീസ് ഏജൻസി 296 വ്യക്തികളെയാണ് നിരീക്ഷണത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഈ പട്ടികയിൽ ഇരട്ടിയിലധികം വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ 32 പേർക്കെതിരെ നിലവിൽ റിമൂവൽ ഓർഡർ പുറപ്പെടുവിക്കുകയും ചെയ്തു. അവിടെ തുടരുന്നവരാണ് ഈ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരിലധികവുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പ്രധാനമായും സൗത്ത് ഏഷ്യൻ വംശജരായ ബിസിനസ്സുകാരെയാണ് ഈ സംഘങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. ഫോണിലൂടെ ഭീഷണിപ്പെടുത്തി വൻതുക ആവശ്യപ്പെടും. പണം നൽകാൻ തയ്യാറാകാത്തവരുടെ വീടുകൾക്ക് നേരെ വെടിയുതിർക്കുകയോ തീയിടുകയോ ചെയ്യുന്നതാണ് ഇവരുടെ രീതി. കൊലപാതകങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ലോറൻസ് ബിഷ്നോയിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ഭീഷണികൾക്ക് പിന്നിലെ പ്രധാന ശക്തിയെന്ന് കനേഡിയൻ പോലീസ് ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഇവിടെയാണ് കാര്യങ്ങൾ സങ്കീർണമാകുന്നത്. ലോറൻസ് ബിഷ്നോയ് സംഘത്തെ ഇന്ത്യൻ സർക്കാർ ഏജന്റുകൾ തങ്ങളുടെ താല്പര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുവെന്ന് കാനഡ പരസ്യമായി ആരോപിക്കുകയും ചെയ്യുന്നു. ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടും ഈ ആരോപണം ശക്തമാണ്. എന്നാൽ ഈ സാഹചര്യത്തിലും ഇന്ത്യയുമായുള്ള സുരക്ഷാ ബന്ധം മെച്ചപ്പെടുത്താനാണ് കാനഡ ശ്രമിക്കുന്നത്. അടുത്തിടെ ഇന്ത്യൻ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കാനഡ സന്ദർശിച്ചത് സിഖ് സംഘടനകൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. അപകടകാരിയായ ഒരു രാജ്യത്തെ പ്രീണിപ്പിക്കാനാണ് കാനഡ ശ്രമിക്കുന്നത് എന്നാണ് വിമർശകരുടെ പക്ഷം. BC പ്രീമിയർ ഡേവിഡ് എബി ഈ സംഭവങ്ങളെ വിശേഷിപ്പിച്ച് സ്ലോ മോഷൻ ടെറർ അറ്റാക്ക് എന്നാണ്. ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ അഭയാർത്ഥി പദവി ദുരുപയോഗം ചെയ്ത് കാനഡയിൽ തുടരുന്നത് തടയണമെന്ന് അദ്ദേഹം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുമ്പോഴും സാധാരണക്കാരായ കനേഡിയൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്ന വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ ഭരണകൂടത്തിന് മുന്നിലുള്ളത്. അതേസമയം ഇന്ത്യയുമായി കടുത്ത നയതന്ത്ര തർക്കം നിലനിൽക്കുമ്പോഴും കാനഡ ഇന്ത്യയുമായി സഹകരിക്കാൻ ശ്രമിക്കുന്നത് വലിയ ചർച്ചയാകുന്നുണ്ട്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അടുത്തിടെ കാനഡ സന്ദർശിച്ചത് സിഖ് സംഘടനകളെ ചൊടിപ്പിച്ചുവെങ്കിലും അമേരിക്കയുമായുള്ള വ്യാപാര യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുമായി പുതിയ വ്യാപാര കരാറുകൾ ഉണ്ടാക്കാനും കാനഡ താല്പര്യപ്പെടുന്നുണ്ട്. ഇത് കുറ്റവാളികളെ പിടികൂടുന്നതിനേക്കാൾ മുൻഗണന വ്യാപാരത്തിന് നൽകുന്നതാണോ എന്ന ചോദ്യവും ഉയർത്തുന്നു. കാനഡയിലെ സുരക്ഷാ സാഹചര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള സമീപകാല മാറ്റങ്ങൾ അത്യന്തം ഗൗരവകരമായ ഒരു പ്രതിസന്ധിയായാണ് വിരൽ ചൂണ്ടുന്നത്. വിദേശ ക്രിമിനൽ സംഘങ്ങൾ കാനഡയുടെ മണ്ണിലിരുന്ന് നടത്തുന്ന പണം തട്ടലും അക്രമങ്ങളും കേവലം ഒരു ക്രമസമാധാന പ്രശ്നം മാത്രമല്ല, മറിച്ച് രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെയുള്ള വെല്ലുവിളി കൂടിയാണ്. ചുരുക്കത്തിൽ ക്രിമിനൽ സംഘങ്ങൾക്കെതിരെയുള്ള അന്വേഷണം ശക്തമാകുന്നതിനോടൊപ്പം തന്നെ വിദേശ ഇടപെടലുകളിൽ നിന്ന് സ്വന്തം പൗരന്മാരെ സംരക്ഷിക്കാനുള്ള ആർജവം കനേഡിയൻ സർക്കാർ കാണിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ സ്ലോ മോഷൻ ടെറർ അറ്റാക്ക് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ പ്രതിസന്ധിക്ക് ശാശ്വതമായി പരിഹാരം കാണാൻ സാധിക്കൂ എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്.